പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ദൈവവചനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന കർത്താവ്, തന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് സുഖപ്പെടുത്തുന്ന കർത്താവ് എന്ന വിശേഷണം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ദൈവവചനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം തന്നെ പരിചയപ്പെടുത്താൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനായി, സ്വയം പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായി കർത്താവ് ദൈവജനത്തോട് പറയുകയാണ്, ഞാൻ കർത്താവാണ്, സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ സൗഖ്യദാതാവാണ്, ഞാൻ സൗഖ്യം നൽകുന്ന കർത്താവാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് സൗഖ്യദാതാവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഈ സത്യം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. കർത്താവ് സൗഖ്യം നൽകുന്നവനാണ് എന്ന വലിയ രഹസ്യം, വലിയ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ഇനി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന് ഈ ഭൂമിയിൽ ചെയ്യാനുള്ള ദൗത്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? അല്ലെങ്കിൽ വന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈശോ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ലക്ഷ്യം ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ കർത്താവിന് ഭൂമിയിൽ ചെയ്യാനുള്ള കുറച്ച് ജോലികൾ, പിതാവ് ഏൽപ്പിച്ച കുറച്ച് ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ പ്രധാനമായി നമുക്ക് 3 ദൗത്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഈശോ ഈ ഭൂമിയിൽ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 ദൗത്യങ്ങൾ? ഒന്നാമതായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, അഥവാ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ പഠിപ്പിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക, ഇതാണ് കർത്താവ് ചെയ്ത ഒന്നാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം. രണ്ടാമതായി കർത്താവ് ചെയ്ത പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ഈശോ പിശാചുക്കളെ ബഹിഷ്കരിച്ചു. പിശാചു ബഹിഷ്കരണം കർത്താവിൻ്റെ ഭൂമിയിലെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു. അതാണ് രണ്ടാമത്തെ ദൗത്യം. മൂന്നാമതായി കർത്താവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ള ദൗത്യം. രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ള ദൗത്യം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ മിശിഹ ലോകം മുഴുവനെയും രക്ഷിക്കുക എന്ന തൻ്റെ ആഗമന ലക്ഷ്യം നേടിയെടുക്കുവാൻ, അതിനുവേണ്ടി ഈ ഭൂമിയിൽ നിർവഹിച്ച പ്രധാനപ്പെട്ട 3 ദൗത്യങ്ങളാണ്. ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അഥവാ പ്രസംഗിച്ചു. രണ്ടാമതായി പിശാചുക്കളെ ബഹിഷ്കരിച്ചു. മൂന്നാമതായി രോഗികളെ സുഖപ്പെടുത്തി. ഈ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത് കർത്താവ് ഭൂമിയിൽ ചെയ്ത പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. യേശുവിൻ്റെ ഈ ഭൂമിയിൽ യേശു നിർവഹിച്ച വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് രോഗികൾക്ക് സൗഖ്യം നൽകുക എന്നുള്ളത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വീണ്ടും നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, ശിഷ്യന്മാരുടെ വലിയ ഒരു ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ഒരു ജനസമൂഹവും അവിടെ ഒന്നിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാ.
ഓർക്ക് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ സ്വയം ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഈ ഭൂമിയിൽ നിർവഹിച്ച ഏറ്റവും സുപ്രധാനമായ 3 ദൗത്യങ്ങളിൽ ഒരു ദൗത്യമായിരുന്നു രോഗികൾക്ക് സൗഖ്യം നൽകുക എന്ന ദൗത്യം, രോഗികളെ സുഖപ്പെടുത്തുക എന്ന ദൗത്യം. ഇനി യേശു ഈ ദൗത്യം ഭൂമിയിൽ നിർവഹിച്ചു എന്ന് മാത്രമല്ല, അതോടുകൂടെ എല്ലാം അവസാനിപ്പിച്ച് കർത്താവ് തിരിച്ചു പോയോ? ഇല്ല. തൻ്റെ ദൗത്യം ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടി കർത്താവ് തിരുസഭയെ സ്ഥാപിച്ചു. 12 അപ്പസ്തോലന്മാരാകുന്ന തൂണുകളിന്മേൽ തിരുസഭയെ സ്ഥാപിച്ച കർത്താവ് അപ്പസ്തോലന്മാർ വഴി തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യം ഈ സൗഖ്യത്തിൻ്റെ ദൗത്യമാണ്. സുഖപ്പെടുത്തുക എന്ന ദൗത്യം, സുപ്രധാനമായ ഈ ദൗത്യം തിരുസഭയെ കർത്താവ് ഭരമേൽപ്പിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുക, അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്തും തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശീലനം കൊടുത്ത് ഒരു പ്രായോഗിക പരിശീലനത്തിന്റെ ഭാഗമായി അവരെ പേരെ ഓരോ സ്ഥലങ്ങളിലേക്ക് വചനം പ്രഘോഷിക്കാൻ അയക്കുന്ന സമയത്ത് അവരെ കർത്താവ് ഭരമേൽപ്പിച്ച സുപ്രധാനമായ ദൗത്യമായി നമ്മൾ കാണുന്നു സൗഖ്യം കൊടുക്കുക എന്ന ദൗത്യമാണ്. സൗഖ്യം കൊടുക്കുക എന്ന ദൗത്യം നമ്മളത് കാണുന്നത് എങ്ങനെയാണ്? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. വീണ്ടും അവരെ ചുമതല ഏൽപ്പിക്കുന്നതായിട്ട് അതേ അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പോകുമ്പോൾ ഈശോ അവരെ അയക്കുകയാണ്, പ്രായോഗിക പരിശീലനത്തിന് വേണ്ടി അവരെ അയക്കുകയാണ്, ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടി അയക്കുകയാണ്. അങ്ങനെ അയക്കുന്ന സമയത്ത് ചുമതല, ഒരു ദൗത്യം ഭരമേൽപ്പിക്കുകയാണ്, ചുമതല ഭരമേൽപ്പിക്കുകയാണ്. അതെങ്ങനെയാ പറയുന്നത്? പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോഴും അവരെ പ്രായോഗിക പരിശീലനത്തിന്റെ ഭാഗമായി അയക്കുമ്പോഴും ഈ ഒരു മഹാദൗത്യം, സൗഖ്യം കൊടുക്കുക എന്ന മഹാദൗത്യം ഭരമേൽപ്പിച്ചിട്ടാണ് ശിഷ്യന്മാരെ ഈശോ പറഞ്ഞു വിടുന്നത്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. വീണ്ടും ഇതേ കാര്യം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യം നമ്മൾ കാണുന്നുണ്ട്. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. ഇവിടുത്തെ വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. രോഗങ്ങൾ സുഖപ്പെടുത്താനും രോഗികളെ സുഖപ്പെടുത്താനും രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്നാണെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരുന്നു. രണ്ടും രണ്ടാണ്. രോഗങ്ങൾ സുഖപ്പെടുത്താനും രോഗികളെ സുഖപ്പെടുത്താനും ഇതാ അധികാരം ഏൽപ്പിച്ച് കർത്താവ് 12 പേരെ അയക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ 3 വർഷത്തെ പരിശീലനമൊക്കെ അവസാനിച്ചു. യേശുവിൻ്റെ മരണം കഴിഞ്ഞു, ഉത്ഥാനം കഴിഞ്ഞ് 40 ദിവസങ്ങൾ ഈശോ ശിഷ്യരോടൊപ്പം ആയിരുന്നു. 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാണ്. ഈ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഈശോ അവർക്കൊരു മുഖ്യമായ ദൗത്യം ഭരമേൽപ്പിക്കുന്നുണ്ട്. ആ ദൗത്യം ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യമായിരുന്നു. ആ ദൗത്യം ഭരമേൽപ്പിച്ചിട്ട് തുടർന്ന് കർത്താവ് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ആ അടയാളങ്ങൾ പറഞ്ഞ് അവസാനമായിട്ട് കർത്താവ് പറഞ്ഞ അടയാളം ഇതാണ്: അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവം സ്വയം പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സുപ്രധാനമായ വിശേഷണമാണ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വിശേഷണം. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ, മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ ഈ ഭൂമിയിൽ നിർവഹിച്ച സുപ്രധാനമായ ദൗത്യമായിരുന്നു രോഗികളെ സുഖപ്പെടുത്തുക എന്ന ദൗത്യം. 12 അപ്പസ്തോലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്ത് സഭയിലൂടെ തൻ്റെ ദൗത്യം തുടരാൻ വേണ്ടി ആ 12 പേരെ കർത്താവ് ഭരമേൽപ്പിച്ച ദൗത്യങ്ങളിൽ സുപ്രധാനമായ ദൗത്യം രോഗികളെ സുഖപ്പെടുത്തുക എന്ന ദൗത്യമായിരുന്നു. അത് പരസ്യജീവിതത്തിന്റെ 3 വർഷക്കാലം പ്രായോഗിക പരിശീലനം കൊടുക്കുമ്പോഴും അതോടൊപ്പം സ്വർഗാരോഹണത്തിന്റെ സമയത്തും ഈ ദൗത്യം കർത്താവ് അവർക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ ഈ ദൗത്യം ഭൂമിയിൽ തുടർന്നുവോ?
അത് തുടർന്നുവെന്ന് പിന്നീട് 4 സുവിശേഷങ്ങൾക്ക് ശേഷം അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. ആദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാര് പത്രോസിന്റെ നേതൃത്വത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗം അവസാനിക്കുന്ന 2-ാം അധ്യായം തീരുന്നതോടെ ആ പ്രസംഗം അവസാനിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ പിന്നെ നമ്മൾ കാണുക പത്രോസും യോഹന്നാനും ചെയ്ത വലിയൊരു അത്ഭുതത്തെ കുറിച്ചാണ്. ജന്മനാ മുടന്തനായൊരു മനുഷ്യനെ അവിടെ അജകവാടത്തിനടുത്ത്, സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്, അജകവാടം അല്ല, സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിന്റെ കവാടത്തിൽ കൊണ്ടുവന്ന് ഒരു ജന്മനാ മുടന്തനായ മനുഷ്യനെ ഭിക്ഷ യാചിക്കാൻ ആളുകൾ കടത്തിയിരുന്നു. അങ്ങനെ കടന്നിരുന്ന മനുഷ്യൻ അവിടെ കടന്നു പോകുന്ന എല്ലാവരുടെ മുൻപിൽ കൈനീട്ടുന്നു. ആ കൂട്ടത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും നേരെ അദ്ദേഹം കൈനീട്ടി. അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് വരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ കൈനീട്ടുന്നത്. അന്നേരം പത്രോസ് അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക, ഞങ്ങളുടെ നേരെ നോക്കുക. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ അവരുടെ നേരെ നോക്കി. ആ മുടന്തൻ അവരുടെ നേരെ നോക്കി. അന്നേരം ഈ പത്രോസ് ആ വ്യക്തിയോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല നിനക്ക് തരാൻ. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല നിനക്ക് തരാൻ. എൻ്റെ കയ്യിലുള്ളതെന്തോ അത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ സമയം തന്നെ ജന്മനാമുടന്തനായിരുന്ന മനുഷ്യന്റെ കണങ്കാലുകൾ ശക്തി പ്രാപിച്ചു. അദ്ദേഹം ചാടി എഴുന്നേറ്റു, കുതിച്ചു ചാടി അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരെ അനുഗമിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുക. വീണ്ടും ഇതേ കാര്യം അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ഈ അപ്പസ്തോലന്മാർ ചെയ്ത ഈ ദൗത്യം, യേശു ഭരമേൽപ്പിച്ച ദൗത്യം, ആ ദൗത്യത്തോട് അവർ വിശ്വസ്തത പുലർത്തിയതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. പിന്നെ 15-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറൂസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് സഭയെ ഭരമേൽപ്പിച്ച ആ ദൗത്യത്തോട് അപ്പസ്തോലന്മാർ വിശ്വസ്തരായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രത്യേകിച്ച് രോഗസൗഖ്യങ്ങളും വ്യക്തതയോടെ നമ്മൾ വായിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ സംഗ്രഹം എത്രയേ ഉള്ളൂ? ഒന്നാമത്, ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുന്നു, ഞാൻ സൗഖ്യദാതാവാണെന്ന് പറഞ്ഞ്, അഥവാ സൗഖ്യം നൽകുന്ന കർത്താവാണ്, സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പറഞ്ഞ്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ ഇതാ ഭൂമിയിൽ നിർവഹിച്ച സുപ്രധാനമായ ദൗത്യം രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത്. തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രായോഗിക പരിശീലനം നൽകുമ്പോൾ അവരെ ഭരമേൽപ്പിച്ച കാര്യം രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ള ഒരു മഹാദൗത്യം കർത്താവ് അവരെ ഭരമേൽപ്പിക്കുന്നു. ആ ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും ആ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോലന്മാര് ഈ ദൗത്യം ഭൂമിയിൽ തുടരുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സൗഖ്യം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. സൗഖ്യം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. കാരണം സൗഖ്യം കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞതിനെ നമ്മൾ ഇനി സ്വീകരിച്ചാൽ മതി. നമ്മളിതിങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മുറിവിനാൽ. യേശു മുറിവേറ്റു. ഉച്ച തൊട്ട് ഉള്ളങ്കാല് വരെ ഈശോ മുറിവുകൾ ഏറ്റുവാങ്ങുമ്പോൾ, ആ മുറിവുകൾ കർത്താവ് ഏറ്റുവാങ്ങുമ്പോൾ, അതോടൊപ്പം അവൻ മോചിച്ചത് നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ രോഗങ്ങളും അവൻ സംവഹിക്കുകയായിരുന്നു. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല അവൻ സംവഹിച്ചത്, നമ്മുടെ രോഗങ്ങളും അവൻ തൻ്റെ മുറിവിൽ സംവഹിക്കുകയായിരുന്നു. അഥവാ അവൻ്റെ മുറിവിലൂടെ നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുകയായിരുന്നു. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കൽത്തൂണിൽ കെട്ടപ്പെട്ട് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളികൾ ചമ്മട്ടി കൊണ്ട് കർത്താവിനെ തലങ്ങും വിലങ്ങും മാറി മാറി അടിക്കുമ്പോൾ ഉച്ച തൊട്ട് ഉള്ളൻകാല് വരെ ഭീകരമാം വിധത്തിൽ അസ്ഥിയിൽ നിന്ന് മാംസം ചിതറിത്തെറിച്ച് ശരീരം മുഴുവനും കർത്താവ് മുറിവുകൾ ഏറ്റുവാങ്ങുകയായിരുന്നു.
വീണ്ടും ഇതാ കർത്താവിൻ്റെ തിരുശിരസിൽ മുൾക്കിരീടം ആഴ്ന്നിറങ്ങുമ്പോൾ ആഴമാവിധത്തിൽ കർത്താവിൻ്റെ ശിരസിൽ മുറിവുകൾ ഏൽക്കുകയായിരുന്നു. കുരിശെടുത്ത് ഏകദേശം ഒരു 110 കിലോഗ്രാം ഭാരമുള്ള കുരിശ ഈശോ ചുമന്നത്. അത്രയും ഭാരമുള്ള കുരിശും ചുമന്ന് ഗാഗുൽത്തായിലേക്ക് പോകുമ്പോൾ ഒരുപാട് തവണ കർത്താവ് വീഴുന്നുണ്ട്. ഓരോ തവണ വീഴുമ്പോഴും ശരീരം മുഴുവനും മുറിവുകൾ ഏൽക്കുകയാണ്. ഗാഗുൽത്തായിൽ കഴിയുമ്പോൾ 2 കൈകളിലും 2 കാലുകളിലും 6-8 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണികൾ തുളഞ്ഞിറങ്ങുമ്പോൾ ഇതാ കൈകാലുകളിലും മുറിവുകൾ ഏൽക്കുന്നു. മരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ചങ്കിലേക്ക് ഒരു കുന്തം കൊണ്ട് ആഞ്ഞു കുത്തുമ്പോൾ ഇതാ ചങ്കിലും മുറിവുകൾ ഏറ്റുവാങ്ങുന്നു. ഉച്ചി തൊട്ടുള്ളൻകാല് വരെ മുറിവുകൾ ഏറ്റുവാങ്ങിയ കർത്താവ് നമ്മുടെ പാപങ്ങൾ മാത്രമല്ല നമ്മുടെ രോഗങ്ങളെയും അവൻ സംവഹിച്ചു. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല നമ്മുടെ രോഗങ്ങളെയും അവൻ സംവഹിച്ചു. ഈ യെശയ്യാ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച കാര്യം യേശുവിൽ നിറവേറിയെന്ന് മത്തായി ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. 8-ാം അധ്യായം 17-ാം വാക്യം. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഓർക്ക് പ്രിയപ്പെട്ടവരെ, കുരിശിലവൻ ബലിയായി മാറിയപ്പോൾ, ശരീരത്തിൽ അവൻ മുറിവുകൾ ഏറ്റുവാങ്ങിയപ്പോൾ അവൻ ഏറ്റെടുത്തത് നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, പാപത്തിന്റെ പരിണിതഫലങ്ങൾ മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെയും അവൻ ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ സൗഖ്യം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അവർക്ക് പറഞ്ഞേ ഹാലേലൂയാ. ചൊല്ല് പറഞ്ഞേ ഹാലേലൂയാ. ഇരട്ടി സ്വരത്തിൽ പറഞ്ഞ് ഹാലേലൂയാ, ഹാലേലൂയാ. ദിവംഗതനായ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ജീസസ് ഓഫ് നസറത്ത് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട്. ഇത് ഇപ്രകാരമാണ്: ഹീലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഡയമെൻഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഹീലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഡയമെൻഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഹീലിംഗ് എക്സ്പ്രസ് ദ എൻറ്റയർ കണ്ടന്റ് ഓഫ് റിഡംഷൻ. ഹീലിംഗ് എക്സ്പ്രസ് ദ എൻറ്റയർ കണ്ടന്റ് ഓഫ് റിഡംഷൻ. എന്താണ് ഈ വാചകത്തിൻ്റെ അർത്ഥം? ഹീലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഡയമെൻഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ സത്താപരമായ ഒരു മാനം എന്ന് പറയുന്നത് സുഖപ്പെടുത്തൽ എന്നതാണ്. സൗഖ്യം സ്വീകരിക്കുക എന്നുള്ളത്, സൗഖ്യം കൊടുക്കുക എന്നുള്ളത്, ഇത് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന, സത്താപരമായി നിലകൊള്ളുന്ന ഒരു മാനമായ ഘടകമായി ഇതാ സാക്ഷാൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ, അദ്ദേഹം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനാണെന്നുള്ള കാര്യം ഓർത്തേക്കണം. മാർപ്പാപ്പ മാത്രമല്ല, അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. ആ മഹാദൈവശാസ്ത്രജ്ഞനായ മനുഷ്യൻ ബൈബിളിനെ കുറിച്ച് ആഴമായ അറിവുള്ള ആ പുണ്യപിതാവ് പറഞ്ഞു വെച്ചൊരു കാര്യമാണ് ഹീലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഡയമെൻഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനപരമായി നിലകൊള്ളുന്ന, സത്താപരമായി നിലകൊള്ളുന്ന ഒരു മാനം, ഒരു ഘടകമെന്ന് പറയുന്നത് സുഖപ്പെടുത്തുക എന്ന കാര്യമാണ്. നമ്മൾ സൗഖ്യം സ്വീകരിക്കണം, മറ്റുള്ളവർക്ക് സൗഖ്യമായിട്ട് മാറാനും നമുക്ക് സാധിക്കണം. വീണ്ടും അടുത്ത വാചകം, ഇറ്റ് എക്സ്പ്രസ് ദ എൻറ്റയർ കണ്ടന്റ് ഓഫ് റിഡംഷൻ എന്ന് വെച്ചാൽ ഇത് രക്ഷയുടെ, കർത്താവ് നൽകുന്ന രക്ഷയുടെ മുഴുവനുള്ളടക്കത്തെയും സൗഖ്യം പ്രകടമാക്കുകയാണ്. അതായത് രക്ഷ എന്ന് പറയുന്നതിന് വളരെ വിശാലമായ അർത്ഥത്തിൽ നിലകൊള്ളുന്നൊരു കാര്യം. ആത്യന്തികമായിട്ട് രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? സകല പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോഴാണ് പൂർണ്ണ രക്ഷ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു പ്രകടമായ രൂപമായി സൗഖ്യത്തെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇതാ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ജീസസ് ഓഫ് നസറത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതുവരെ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇനി നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഈശോ ഇത് തന്നു കഴിഞ്ഞതാ. 2000 വർഷങ്ങൾക്ക് മുൻപ് കുരിശിലെ ബലിയിലൂടെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ നമ്മുടെ രോഗങ്ങളും സംവഹിച്ചു എന്ന് പറയുമ്പോൾ ഈശോ നമുക്ക് രക്ഷ തന്നു കഴിഞ്ഞതാ. ഈ തന്നു കഴിഞ്ഞ രക്ഷ നമ്മളിനി സ്വീകരിക്കണം. ഈ തന്നു കഴിഞ്ഞ സൗഖ്യം നമ്മളിനി സ്വീകരിക്കണം. അതായത് ഇപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ ഒരു 50 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അവകാശിയാണ്. കാരണം എൻ്റെ അപ്പൻ എൻ്റെ പണമല്ല, പക്ഷെ എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ അവകാശിയാണ്. അവകാശി ആയതുകൊണ്ട് തന്നെ ഇനി ഞാനതിനെ സ്വീകരിച്ചാൽ മതി. ആ പണം ഞാൻ സ്വീകരിക്കുക, കാരണം അതെൻ്റെ അവകാശമാണ്. എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. എന്നതുപോലെ 2000 വർഷങ്ങൾക്ക് മുൻപ് കുരിശിൽ കർത്താവ് ബലിയായി മാറിയപ്പോൾ, ശരീരം മുഴുവൻ മുറിവുകൾ ഏറ്റുവാങ്ങിയപ്പോൾ എൻ്റെ രോഗങ്ങളും അവൻ സംവഹിച്ചു, എൻ്റെ പാപങ്ങളും അവൻ സംവഹിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കവൻ അന്നേ സൗഖ്യം തന്നിട്ടുണ്ട്. അന്ന് തന്ന സൗഖ്യം ഞാൻ ഇനി സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇനി സൗഖ്യം സ്വീകരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക്, പ്രത്യേകിച്ച് സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സൗഖ്യം സ്വീകരിച്ച വ്യക്തികൾക്കുണ്ടായിരുന്ന പ്രത്യേകതകളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൗഖ്യം
സ്വീകരിച്ച വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന ചില പ്രത്യേകതകളെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പൊതുവെ സൗഖ്യത്തിൻ്റെ സംഭവങ്ങൾ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവേ നമ്മൾ കാണുന്ന എല്ലാ രോഗികളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഒരുമാതിരി ഒരു 90% കേസിലും സൗഖ്യത്തിന് ഏറ്റവും പ്രധാന ഘടകമായി നിലകൊണ്ടത് വിശ്വാസമാണ്. വിശ്വാസം ഒരു 90% സംഭവങ്ങളിലും നമ്മൾ കാണുന്നു, ഒന്നുകിൽ രോഗിക്ക് കർത്താവിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ രോഗിയെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം. ഒന്നുകിൽ രോഗിക്ക് കർത്താവിലുള്ള സമ്പൂർണ്ണ വിശ്വാസം, അല്ലെങ്കിൽ രോഗിയെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം. അപ്പം വിശ്വാസം ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന സംഭവം, കാനാൻകാരിയുടെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവം, രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കിട്ടിയ സംഭവം, അപസ്മാര രോഗിക്ക് സൗഖ്യം കിട്ടിയ സംഭവം, തളർവാദ രോഗി സൗഖ്യം കിട്ടിയ സംഭവം, ഇങ്ങനെ ഈ സൗഖ്യ സംഭവങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നു വിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. വിശ്വാസം. ഈശോ ഒരുപാട് സ്ഥലങ്ങളിൽ സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നുണ്ട്, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഇതെനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്ന് ഏറ്റു പറയുന്നിടത്ത് സൗഖ്യം സംഭവിക്കുകയാണ്. മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഇതാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് പറയല്ല കർത്താവ് ചെയ്യണേ. കർത്താവ് അവരെ സ്പർശിക്കുകയോ തൊടുകയോ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം കർത്താവ് എങ്ങനെ പറയുന്നുള്ളൂ, നീ എന്ത് വിശ്വസിക്കുന്നു അത് സംഭവിക്കട്ടെ. അവൻ വിശ്വസിച്ച എന്താ? സൗഖ്യം കിട്ടുമെന്ന്. അവൻ സൗഖ്യം കിട്ടുകയും ചെയ്തു. നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് സൗഖ്യം നേടിയെടുക്കാൻ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് കർത്താവിലുള്ള വിശ്വാസമാണ്. കർത്താവിൽ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ വന്നിരിക്കില്ല. കർത്താവിൽ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. കർത്താവ് സർവ്വശക്തനാണ്, നമുക്ക് വിശ്വാസമുണ്ട്. കർത്താവിന് സൗഖ്യം തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. കർത്താവിനെ എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇത്രയുണ്ട്. പക്ഷെ ഇത് മാത്രം വിശ്വസിച്ചാൽ പോരാ, ഒരു കാര്യം കൂടെ വിശ്വസിക്കണം, കർത്താവ് എന്നെ സുഖപ്പെടുത്തും എന്നും കൂടെ വിശ്വസിക്കണം. ഇത് രണ്ടാ. കർത്താവിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസം മാത്രം പോരാ, കർത്താവ് എന്നെ സുഖപ്പെടുത്തും അത് വിശ്വസിക്കണം. കണ്ടും കൂട്ടി കർത്താവ് എന്നെ സുഖപ്പെടുത്തും എന്ന് വിശ്വസിക്കണം. കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് കർത്താവിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അതെന്തായാലും വേണം. അടുത്തതായിട്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഒരുപാട് വർഷങ്ങൾ, ചില രോഗപീഠകളൊക്കെ ഒരുപാട് വർഷങ്ങൾ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്ത് നമ്മളത് മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെടും. നമ്മളതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കും. പിന്നീട് സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചിലപ്പോൾ മുടങ്ങും. ഇനി പ്രാർത്ഥിച്ചാൽ പോലും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും സൗഖ്യം കിട്ടുമെന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം സംഭവിക്കും എന്നുള്ളത് ആ ചിന്ത തന്നെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. പക്ഷെ കർത്താവിന് വർഷം ഒരു വിഷയമല്ല. 10 വർഷമായോ 20 വർഷമായോ 30 40 50 രോഗപീഠയ്ക്ക് എത്ര പഴക്കമുണ്ട് എന്നത് കർത്താവിനെ സംബന്ധിച്ചിടത്തൊരു വിഷയമേ അല്ല. ഇവിടെ ഈ അൾത്താരയിൽ ഒരു പ്രായമുള്ളൊരു അപ്പച്ചൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, അത്ഭുതകരമായൊരു സാക്ഷ്യം. 70 വയസ്സ് പ്രായമുണ്ട്, 70 വയസ്സ്. അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ്റെ പേര് ജോൺ എന്നാണ്, കുന്നമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ അപ്പച്ചൻ വന്നത്. അദ്ദേഹത്തിൻ്റെ രോഗം ഇതായിരുന്നു, മൂക്കിൽ നിന്ന് ബ്ലഡ് പോവും. മിക്കവാറും എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പോകും. മിക്കവാറും എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യം, ജന്മനാ ഉള്ളതാ. എന്ന് വെച്ചാൽ രോഗത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 70 വർഷത്തെ പഴക്കം. സുഖപ്പെടുമോ? ആ അപ്പച്ചന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ്, എൻ്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തിയെന്ന്. ഇവിടെ ഏകദിനത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റാഫേലച്ചൻ ഇങ്ങനെ സന്ദേശം വിളിച്ചു പറഞ്ഞു, മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇതാ സുഖപ്പെടുത്തുന്നുവെന്ന്. അദ്ദേഹം ഒരു വർഷമായിട്ട് ഇവിടെ ഏകദിനത്തിന് മുടങ്ങാതെ വരുന്ന ആളാണ്. അദ്ദേഹം അന്ന് പോയതിന് ശേഷം പിന്നീട് 1.5 മാസങ്ങൾക്ക് ശേഷമാണ് സാക്ഷ്യപ്പെടുത്താൻ വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെയാണോ ഉറപ്പില്ലല്ലോ. സാക്ഷ്യം ഇങ്ങനെ ഇവിടെ സന്ദേശം വിളിച്ചു പറഞ്ഞു, പക്ഷെ തനിക്കാണ് സൗഖ്യം കിട്ടിയത് എന്ന കാര്യത്തിൽ ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു. മിക്കവാറും എല്ലാ ദിവസവും രക്തം വന്നിരുന്ന മനുഷ്യൻ 1.5 മാസത്തോളം പിന്നീട് മൂക്കിൽ നിന്ന് രക്തം വരാതെയായപ്പോൾ ആ അപ്പച്ചൻ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്താണ്, 70 വർഷമായിട്ടുള്ള രോഗം കർത്താവ് സുഖപ്പെടുത്തി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതുപോലെ തന്നെ അരിമ്പൂരിൽ നിന്ന് വന്ന ഒരു ടെസ്സി ഫ്രാൻസിസ് എന്നു പേരുള്ളൊരു സഹോദരി ഇതുപോലെ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ്. ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അവരൊരു കുളം കുത്തിയിട്ട് ആ കുളത്തിൽ നീന്തൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷമാണ് ആരംഭിക്കുന്നത്, കാതുകളിൽ ഇൻഫെക്ഷൻ ബാധിച്ചു.
ചെവിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചു. പിന്നീട് അത് ചെവി പഴുക്കാൻ തുടങ്ങി, പൊട്ടി ഒലിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാത്രി 2 പഞ്ഞി വെച്ചിട്ടാണ് കിടന്നുറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. പകലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ട്. പിന്നീട് പല ഡോക്ടർമാരെ കാണിച്ചു. ഓപ്പറേഷൻ ആവശ്യമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഒരു തവണ കണ്ടു ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ചെവിയുടെ കേൾവിശക്തിയൊക്കെ ആ സഹോദരിക്ക് നഷ്ടപ്പെട്ടു. അതിനാകെ വിഷമിച്ചും വേദനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഇടവകയിൽ എൽറൂഹ കൺവെൻഷൻ നടക്കുന്നത്. ഇടവകയിലെ എൽറൂഹ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ സന്ദേശം വിളിച്ചു പറയാണ്, വർഷങ്ങളായിട്ട് ചെവിയിൽ പഴുപ്പുള്ള ഒരു സഹോദരിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് റാഫേലച്ചൻ സന്ദേശം വിളിച്ചു പറയാണ്. അതിനുശേഷം ഈ സഹോദരിക്ക്, അതായത് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെയാണ്, 30 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം, 30 വർഷം ഇന്നുമാത്രം ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ കടന്നുപോയി കാണും. 30 വർഷമുണ്ടായിരുന്ന രോഗത്തെ കർത്താവ് സുഖപ്പെടുത്താണ്. ഉറക്കെ പറഞ്ഞ് ഹാലേ ലൂയാം, ഹാലേ ലൂയാം, ഹാലേ ലൂയാം. ഇതുപോലെ കരുവന്നൂരിൽ നിന്ന് വന്നൊരു സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. ഫിലോമിന എന്നാണ് ആ സഹോദരിയുടെ പേര്. ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമായിട്ട് 31 വർഷം ക്ലേശിച്ചിരുന്ന ഒരു മകൾ. 31 വർഷം കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു നിസ്സാര രോഗമായിട്ട് തോന്നും. ഈ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന പല രോഗങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ചെറുതെന്ന് നമുക്ക് തോന്നണത് അത് രോഗമില്ലാത്തവർക്ക് തോന്നാം. രോഗമുള്ളവർക്ക് അത് ഒരിക്കലും ചെറുതായിട്ട് തോന്നില്ല. ഇപ്പോൾ മുട്ടുവേദന അത് നിസ്സാര കാര്യമല്ലേ, കാലുവേദന നിസ്സാര കാര്യമല്ലേ, കൈവേദന നിസ്സാര കാര്യമല്ലേ. അത് രോഗമില്ലാത്തവർക്ക്, രോഗമുള്ളവർക്ക് ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അതും വർഷങ്ങളോളം ഈ രോഗപീഠയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ആ സഹോദരി അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ അച്ഛൻ സന്ദേശം വിളിച്ചു പറയാണ്, റാഫേലച്ചൻ ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഒരു സഹോദരിയെ സുഖപ്പെടുത്തുന്നുവെന്ന്. 31 വർഷമായിട്ടുള്ള ആ രോഗപീഠയിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. 31 വർഷമായിട്ടും. വരാപ്പുഴയിൽ നിന്ന് വന്ന ഒരു ബിജോ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചേട്ടൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയാണ്. അതായത് 44 വർഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് മൂക്കടപ്പ്. അതുപോലെ മൂക്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ. 2-3 ടൗലൊക്കെ ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരും. അതുമൂലം അദ്ദേഹം ഒരുപാട് 44 വർഷമാണ് അദ്ദേഹം ക്ലേശം അനുഭവിച്ചത്. 44 വർഷം. കൂനമാവിൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അതിൽ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ആ കൺവെൻഷനിൽ അച്ഛൻ കൃത്യമായിട്ട് അത് കുറേ സമയമെടുത്താണ് ആ സന്ദേശം പറഞ്ഞത്. ഒറ്റ വാക്കിൽ ഇങ്ങനെ മൂക്കിന് വിഷമമുള്ള ഒരാളുടെ മാറുന്നു എന്നല്ല പറഞ്ഞേ. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ രോഗപീഠകളുടെ എല്ലാ ലക്ഷണങ്ങളും റാഫേലച്ചൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന പ്രോബ്ലം ഇങ്ങനെ സമയം ഏതാണ്ട് ഒരു 2 മിനിറ്റോളം സമയം ഈ ഒറ്റ കാര്യത്തെ പറ്റി. അങ്ങനെ രോഗമുള്ള ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. അദ്ദേഹത്തിന് ആ ദിവസം മുതൽ അസുഖം കുറയാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പിന്നീട് വന്ന് പങ്കെടുത്തു. എന്നിട്ട് അദ്ദേഹം അത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഉറക്കെ പറഞ്ഞ് ഹാലേ ലൂയാം, ഹാലേ ലൂയാം, ഹാലേ ലൂയാം, ഹാലേ ലൂയാം. ഇപ്പോൾ പ്രിയപ്പെട്ട ഒരു വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് നമുക്ക് വിശ്വാസം വേണം. അതോടൊപ്പം തന്നെ ഈ ചില സന്ദർഭങ്ങളിൽ, ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൗഖ്യങ്ങളിൽ തന്നെ ചിലരുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നു. ഇപ്പോൾ ശതാധിപൻ, അദ്ദേഹം ആർക്കു വേണ്ടിയാണ് വന്നത്? തൻ്റെ ഭൃത്യന് സൗഖ്യം തേടി അദ്ദേഹം വിശ്വസിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വരാണ്. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഭൃത്യന് സൗഖ്യം കിട്ടിയതിന് ശതാധിപൻ്റെ അഥവാ ഉടമയുടെ വിശ്വാസം കാരണമായിട്ട് തീർന്നു. ഇനി കാനാൻകാരി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കിട്ടി. എങ്ങനെ കിട്ടി? അമ്മയുടെ വിശ്വാസം കാരണം മകൾക്ക് സൗഖ്യം കിട്ടി. അമ്മയുടെ വിശ്വാസം കാരണം മകൾക്ക് സൗഖ്യം കിട്ടി. ഇതുപോലെ തന്നെ ഒരു അപസ്മാര രോഗിയായ ഒരു ചെറുപ്പക്കാരൻ്റെ സൗഖ്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരന് സൗഖ്യം കിട്ടിയത് ആ ചെറുപ്പക്കാരൻ്റെ അപ്പൻ്റെ വിശ്വാസം കാരണമാണ്. അപ്പം അപ്പൻ്റെ വിശ്വാസം കാരണം മക്കൾക്ക് സൗഖ്യം കിട്ടുന്നു, അമ്മയുടെ വിശ്വാസം കാരണം മക്കൾക്ക് സൗഖ്യം കിട്ടുന്നു, ഉടമയുടെ വിശ്വാസം കാരണം ഇതാ ആ ഭൃത്യന് സൗഖ്യം കിട്ടുന്നു, സഹോദരൻ്റെ വിശ്വാസം കാരണം സഹോദരങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ തളർവാദ രോഗിയെ കൊണ്ടുവന്ന വ്യക്തികൾ, അവരുമായിട്ടുള്ള ആ മനുഷ്യൻ്റെ ബന്ധം എന്താണെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല. ഒരുപക്ഷെ കുടുംബാംഗമാകാം, ഒരുപക്ഷെ സുഹൃത്താകാം, എന്തോ ആകട്ടെ, ആ മനുഷ്യരുടെ വിശ്വാസം കണ്ട് കർത്താവ് ഈ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുക. അപ്പോൾ വിശ്വാസം ഒരുപക്ഷെ നമ്മുടെ തന്നെ വിശ്വാസത്തിൻ്റെ ഫലമായി കിട്ടുന്ന സൗഖ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന സൗഖ്യം. നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കും സൗഖ്യം നേടിയെടുക്കാം, എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നേടിയെടുക്കാം. ഉറക്കെ പറഞ്ഞ് ഹാലേ ലൂയാം, ഹാലേ ലൂയാം. അതേകൂടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ധ്യാനത്തിൻ്റെ 2-ാം ദിവസമോ മറ്റോ ഇങ്ങനെ ഒരു സന്ദേശം ഇവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബാബു എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സഹോദരൻ്റെ രോഗം മാറ്റി, ക്യാൻസർ രോഗം മാറ്റി അനുഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം ആരാധനയുടെ സമയത്ത് ഇവിടെ ഇങ്ങനെ വിളിച്ചു പറയാണ്. അപ്പോൾ ഈ സന്ദേശം കേട്ടപ്പോൾ അദ്ദേഹം, ബാബു എന്ന് പേരുള്ള പലരും ധ്യാനത്തിൽ ഉണ്ടാകാലോ,
അത് സ്വന്തം ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല ബാബുമാർ ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് താൻ തന്നെ ആയിരിക്കുമോ, താൻ തന്നെ ആകണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, എങ്കിലും താൻ തന്നെ ആവണമെന്ന് ഉറപ്പില്ലല്ലോ. അദ്ദേഹം ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഓഫീസിൽ ചെന്ന് ഈ ലിസ്റ്റ് നോക്കിയിട്ട്, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് അതിൽ ബാബു എന്ന് പേരുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയാം. നോക്കിയപ്പോൾ വേറെ ആ ലിസ്റ്റിൽ ബാബു എന്ന് പേരുള്ള വേറെ ഒറ്റ ആൾ ആ ആഴ്ചയിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തന്നെ കുറിച്ച് തന്നെയാണ്, തൻ്റെ ചേട്ടന് വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വീട്ടിൽ ചെന്നു. പിന്നീട് അവർ ഡോക്ടർമാരെ ചെന്ന് കാണുന്നു, പരിശോധിക്കുന്നു, ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. ആ സഹോദരൻ്റെ, ജോസഫ് എന്ന പേരുള്ള സഹോദരൻ്റെ അല്ലെങ്കിൽ ബാബുവിൻ്റെ ചേട്ടൻ്റെ അസുഖം പരിപൂർണമായിട്ട്, ആമാശയ ക്യാൻസർ കർത്താവ് പരിപൂർണമായിട്ട് എടുത്തു മാറ്റിയെന്ന് ടെസ്റ്റ് റിപ്പോർട്ടിലൂടെ അവർക്ക് മനസ്സിലാകുന്നു. പിന്നീട് വന്നിട്ട് ആ സഹോദരൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താണ്. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാ, സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിന് കാരണമായി വിശുദ്ധ ഗ്രന്ഥം സൗഖ്യം സ്വീകരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും പ്രത്യേകതകളോ ഗുണങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യം ഇതാണ്: വിശ്വാസമാണ്. അപ്പം നമ്മളൊന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുക. സൗഖ്യം നമ്മുടെ അവകാശമാണ് എങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുക. കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എനിക്ക് സുഖപ്പെടാൻ ഒരുപാട് മേഖലകളുണ്ട്. എൻ്റെ ശരീരത്തിൽ സൗഖ്യം ആവശ്യമുണ്ട്, എൻ്റെ മനസ്സിന് സൗഖ്യം ആവശ്യമുണ്ട്, എൻ്റെ ആത്മാവിന് സൗഖ്യം ആവശ്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ആവശ്യമുണ്ട്. ഇത് ചെയ്യാൻ, ഈ സൗഖ്യം തരാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുക. കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുക. കർത്താവിന് കഴിയുമെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ കർത്താവ് സൗഖ്യം തരുമെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുക. ഇപ്പോൾ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ചേട്ടന് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടാകും. വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നതിന് കാരണമായിട്ട് തീരും. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാ. ഇനി സൗഖ്യത്തിൻ്റെ സംഭവങ്ങൾ, യേശു സുഖപ്പെടുത്തിയ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് കാണുന്നത്, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞേ. നിലവിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കിട്ടിയ ഉദാഹരണം അന്ധയാചകര്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധയാചകർക്ക് സൗഖ്യം കിട്ടും നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം തന്നെ 20-ാം അധ്യായത്തിൽ വേറെ ഇതുപോലെ 2 അന്ധയാചകർക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ അന്ധയാചകരുടെ ഒക്കെ പ്രത്യേകത, ജനക്കൂട്ടത്തിന്റെ മധ്യ ഈശോ കടന്നു പോകുമ്പോൾ അവർ യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ, 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 കനിയണമേ എന്ന് പറഞ്ഞ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരെ ശകാരിച്ചു. എന്തിനു കിടന്ന് ബഹളം വയ്ക്കണേ, നിന്നെ ഒച്ചയിൽ ബഹളം വയ്ക്കണം, മിണ്ടാതിരിക്കും. ഇവിടെ ഒരു ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുക. അപ്പോഴാണ് ദിവ്യകാരുണ്യ പ്രദർശനം, ഈശോ ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഒരു ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുക. അപ്പോഴാണോ കിടന്ന് ബഹളം വയ്ക്കുന്നത്. അവർ നിരുത്സാഹപ്പെടുത്തി, അവർ ശാസിച്ചു. പക്ഷെ ആവശ്യം അവരുടെ ആയിരുന്നു. അവർ നാണം കെട്ടും പ്രാർത്ഥിക്കാൻ തയ്യാറാവാണ്. അവർ ഉച്ചത്തിൽ നിലവിളിക്കാൻ തയ്യാറാവണം. നമ്മുടെ സാമാന്യ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ, സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ, അത്യാവശ്യം കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവിക കാര്യങ്ങളെ പറ്റിയൊക്കെ അത്യാവശ്യം മിനിമം അറിവെങ്കിലുള്ള ഏതൊരാൾക്കും ന്യായമായും തോന്നാവുന്ന ഒരു സംശയമാണ്, ഇത് എന്തിനീ കിടന്ന് ഒച്ചയും വയ്ക്കുന്നത്? സ്വരം താഴ്ത്തി പറഞ്ഞാലും കർത്താവിന് കേൾക്കില്ലേ? കർത്താവിന് കേൾക്കാം. അങ്ങനെ ഉറക്കെ പറഞ്ഞാലേ കർത്താവിന് കേൾക്കുള്ളൂ? അല്ല, പതുക്കെ പറഞ്ഞാലും കർത്താവിന് കേൾക്കാം. ഇനി പറഞ്ഞില്ലെങ്കിലും കർത്താവിന് കേൾക്കാം. നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് കർത്താവിന് അറിഞ്ഞുകൂടെ? നമ്മുടെ ഉള്ളിലുള്ള എന്താ ഉള്ളതെന്ന് കർത്താവിന് അറിയാം. നമ്മുടെ ചിന്ത എന്താണ്, ആഗ്രഹം എന്താണ്, നിയോഗം എന്താണ്, ഒന്നും പറഞ്ഞില്ലെങ്കിലും കർത്താവിന് അറിയാം, കർത്താവിന് കേൾക്കാം. അപ്പം പിന്നെ ഇതിനെ ഉറക്കം നിലവിളിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, അത് അറിയണമെങ്കിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു വലിയ സവിശേഷത, പ്രത്യേകത, നമ്മൾ ദൈവത്തെ ട്രാൻസെൻഡന്റൽ ബീയിങ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അതങ്ങനെയാണ്. നമ്മളൊക്കെ ഇമ്മനൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് നമുക്ക് അപ്രാപ്യമായി നിലകൊള്ളുന്ന ദൈവത്തെ നമ്മൾ പ്രാർത്ഥനകൾ ഉയർത്തുന്നത് അടയാളങ്ങളും പ്രതീകങ്ങളും വെച്ചിട്ടാണ്, ഉപയോഗിച്ചിട്ടാണ്. അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രാർത്ഥനകൾ തന്നെ കൂദാശകളുണ്ട്, കൂദാശരണങ്ങളുണ്ട്, അനുകരണങ്ങളുണ്ട്, മറ്റു പ്രാർത്ഥനകളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കൂദാശകളാണ്. ഈ കൂദാശകളുടെ നിർവചനം തന്നെ എന്താ? കൂദാശകളുടെ നിർവചനം എന്താ? വിസിബിൾ സൈൻ ഓഫ് ഇൻവിസിബിൾ ഗ്രേസ്. മലയാളത്തിൽ പറഞ്ഞ എന്താ സംഭവം? അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമാക്കുന്ന, കാറ്റീസ് ഒന്നും പഠിച്ചിട്ടില്ലേ? ആ അടയാളം, വെരി ഗുഡ്. അടയാളമാണ് കൂദാശ, അടയാളമാണ്. അദൃശ്യമായ പ്രസാദവരം, നമുക്ക് പ്രസാദവരം കാണാൻ പറ്റില്ല. കൃപ നമുക്കത് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അഭിഷേകം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അദൃശ്യമായ, കാണാൻ പറ്റാത്ത പ്രസാദവരത്തെ കാണുന്ന അടയാളങ്ങളിലൂടെ നമ്മൾ ഇതാ സ്വീകരിക്കുകയാണ്. കാണാൻ സാധിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ച്.
കാണാൻ സാധിക്കുന്നു. അപ്പോൾ കൂദാശകളുടെ തന്നെ നിർവചനം അതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ, നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അടയാളമാണ്, അതൊരു പ്രതീകമാണ്. എന്തിൻ്റെ അടയാളം? അതറിയണമെങ്കിൽ ഈ നിലവിളിയും വിളിയും തമ്മിലുള്ള വ്യത്യാസം അറിയണം. വിളിയും നിലവിളിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇരിക്കുന്നത് ബംഗാളികളാണോ? ഒന്നും മിണ്ടുന്നില്ല. എന്നാ പറ, വിളിയും നിലവിളിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസമുണ്ട്? ഞാനൊരു ഉദാഹരണത്തിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന സിമ്പിൾ ഉദാഹരണം പറയാം. ക്രിസ്മസിന് ഡിസംബർ 1-ാം തീയതി നക്ഷത്രം തൂക്കാൻ വേണ്ടി ഞാനൊരു വലിയ കെട്ടിടത്തിൻ്റെ, ഒരു കോളേജ് കെട്ടിടമാണെന്ന് കരുതുക, ഒരു 4-5 നിലയുണ്ട്, 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മുകളിൽ നക്ഷത്രം തൂക്കാൻ കയറാണ്. അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് താഴേക്കൂടെ താഴെ നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ആളെ എന്നെ കണ്ടിട്ടില്ല. ഉടനെ തന്നെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ആളെ വിളിക്കുന്നു. അത് വിളിക്കലാണ്, ചുമ്മാ വിളിയാണത്. എന്നാൽ നക്ഷത്രം തൂക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാല് വഴുതി ഞാൻ ഈ 4-ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പോരാണ്. അപ്പോൾ ഒരു സ്വരം വരും. അതിനെന്താ പറയുക? അതാണ് നിലവിളി. സാധാരണ വിളിയും നിലവിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിലവിളി എന്ന് പറഞ്ഞാൽ നിലയില്ലാത്തവൻ്റെ വിളിയാണ് നിലവിളി. കാല് തെറ്റി താഴേക്ക് പോരുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണോ ചെയ്യുക? ഞാൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും 2 കിടക്ക കൊണ്ടുവന്ന് താഴെ ഇട്ടാൽ ഞാൻ അവിടെ വന്ന് ലാൻഡ് ചെയ്തോളാം, അങ്ങനെ പറഞ്ഞിട്ട് താഴേക്ക് പറഞ്ഞുകൊണ്ടാണ് പോരുന്നത്? അല്ല, അത് നിലവിളിയാണ്. ആ സമയത്ത് നിലതെറ്റിയവൻ്റെ വിളിയാണ് നിലവിളി. ഇതൊരു പ്രതീകമാണ്. നിലവിളി ഒരു പ്രതീകമാണ്. നിലയില്ലാത്തവൻ്റെ വിളി, നിലതെറ്റിയവൻ്റെ വിളിയാണ് നിലവിളി. അതൊരു പ്രതീകമാണ്. എന്ന് വെച്ചാൽ, കർത്താവേ, എനിക്ക് നിലയില്ല, നിൽക്കക്കള്ളിയില്ല, എൻ്റെ രോഗപീഠകൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, എൻ്റെ പാപശാപ ബന്ധനങ്ങൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നിലയില്ലാതെ നിൽക്കക്കളിയില്ലാതെ ഇതാ കർത്താവിൻ്റെ അതൊരു പ്രതീകമാണ്. സമ്പൂർണ്ണമായൊരു ആശ്രയത്വത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ്. ഇപ്പോൾ കര ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് സാധാരണ കര ഉയർത്തുക? ഒരു അമ്മയുടെ മുൻപിൽ കുഞ്ഞു വന്ന് 2 കൈ ഉയർത്തി പിടിച്ചതിൻ്റെ അർത്ഥം എന്താ? അമ്മമാരൊന്നും ഇവിടെ ഇല്ലേ? കുഞ്ഞിങ്ങനെ കൈ ഉയർത്തി പിടിച്ചാൽ എന്നെ എടുക്കണം എന്നാണ്. തന്നെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ അടുത്ത് കര ഉയർത്തുമ്പോൾ ഒരു സമ്പൂർണ്ണ ആശ്രയത്വമാണത്. അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ മുന്നിൽ ഇപ്പോൾ തോക്ക് ചൂണ്ടി നിൽക്കുവാണെങ്കിൽ 2 കര ഉയർത്തും. എന്തിനാ കര ഉയർത്തണേ? ടോട്ടൽ സറണ്ടറിങ്, കംപ്ലീറ്റ് ആയിട്ട് കീഴടങ്ങി, സമ്പൂർണ്ണ സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കരമുയർത്താൻ പറയുമ്പോൾ കരമുയർത്തുന്നതും ഉച്ചത്തിൽ നിലവിളിക്കുന്നതും അതൊരു പ്രതീകമാണ്. സമ്പൂർണ്ണ ആശ്രയത്വത്തിൻ്റെ, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. അപ്പോൾ അതൊക്കെ എളിമയോടുകൂടെ നമ്മളത് വിധേയപ്പെട്ട് ഉച്ചത്തിൽ കർത്താവിന് നാണം കെട്ടും മാനം കെട്ടും കർത്താവിനേക്ക് നിലവിളിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ കാനാങ്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. കാനാങ്കാരി സ്ത്രീ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ നടക്കും. നാണം കെട്ടും പ്രാർത്ഥിക്കുക, നാണം കെട്ട് പിന്നാലെ നടന്ന് നാണം കെട്ടും പ്രാർത്ഥിച്ച് അവസാനം തൻ്റെ മകൾക്ക് ഉള്ള സൗഖ്യം മേടിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റോമി എന്നു പേരുള്ള ഒരു മകൻ പറഞ്ഞ സാക്ഷി ഇതാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഒരു വശത്ത് ഒരു മുഴ വന്നു. ഒരു ചെറിയ മുഴയാണ്, ഒരു മുന്തിരിയുടെയൊക്കെ വലിപ്പമുള്ള ഒരു ചെറിയൊരു മുഴ. കാര്യമാക്കിയില്ല. അപ്പോൾ വയറിനുള്ളിലാണെങ്കിലും തൊട്ടു നോക്കി അറിയാൻ പറ്റും, അവിടെ മുഴ ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത മുഴയും കൂടി വന്നു, 2ാമതൊരെണ്ണം കൂടെ വന്നു. അപ്പോൾ ആൾക്ക് പേടിയായി, അല്ല ക്യാൻസറോ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പേടിച്ചു. അദ്ദേഹം ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. എന്നിട്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ക്യാൻസറൊന്നുമല്ല, അങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല, പക്ഷേ ഈ മുഴ വലുതാകുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കണം, അല്ലെങ്കിൽ അത് അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ വേദനയൊന്നുമില്ല. പിന്നെ അവിടെ ഒരു തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നാലും സാരില്ല എന്ന് കരുതി അദ്ദേഹം പിന്നെ ചികിത്സയ്ക്കൊന്നും പോയില്ല. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷേ ഈ 2 മുഴ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, അവസാനം 9 മുഴയായി. വയറിൻ്റെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ 9 മുഴ. വയറിനകത്താണ്, നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷെ തൊട്ട് നോക്കിയാൽ അറിയാം. വേദനയില്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് കാര്യമാക്കിയില്ല. പക്ഷേ ഇതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി പോയ പ്രശ്നമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ ധ്യാനത്തിനായിട്ട് വരുന്നത്. ധ്യാനത്തിൻ്റെ ചൊവ്വാഴ്ച ദിവസം, താമസമുള്ള ധ്യാനമാണ്, ചൊവ്വാഴ്ച ദിവസം കുമ്പസാരമൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ ആരാധനയ്ക്ക് മുമ്പ് റാഫേലച്ചൻ പറഞ്ഞിരുന്നു, ഇത് സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ആരാധനയാണ്, എല്ലാവരും ഹൃദയം നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കണം, സ്തുതിച്ച് പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ 1.5 മണിക്കൂർ ആരാധന, ഏകദേശം 1.5 മണിക്കൂർ ആരാധനയുണ്ട്. നിന്നുകൊണ്ടാണ് ആരാധനയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിന്നിട്ടാണ് ആരാധന. ആ 1.5 മണിക്കൂർ സമയം ഇദ്ദേഹം ഇട്ടതടവില്ലാതെ ഉച്ചത്തിൽ നിലവിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. മനസ്സിലെ നിയോഗം ഇതാണ്, എൻ്റെ വയറ്റിലെ മുഴകൾ മാറ്റുന്നത്. കാരണം ഈ 9 മുഴകൾ അദ്ദേഹത്തിന് വേദനയില്ലെങ്കിലും ഒത്തിരി അസ്വസ്ഥതയും ഭാരവും ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരുന്നു. ഇതൊന്ന് മാറിക്കിട്ടണേ എന്ന് അദ്ദേഹം നിലവിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്.
1.5 മണിക്കൂർ കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു, എല്ലാവരോടും കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സന്ദേശം, ആ ആരാധനയിലൂടെ ലഭിച്ച സൗഖ്യത്തിൻ്റെ സന്ദേശങ്ങൾ പറയും. അപ്പോൾ ആ സന്ദേശം പറയുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ വിളിച്ചു പറയാണ്, വയറ്റിൽ മുഴയുള്ള ഒരു മകനെ കർത്താവ് ഈ ആരാധനയിൽ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. പക്ഷെ അദ്ദേഹത്തിന് തൊട്ടുപോകാൻ ധൈര്യമില്ല. ഇതിപ്പോൾ താനല്ലെങ്കിലോ, നിരാശ വരുമല്ലോ, താനാണെങ്കിലോ ഓക്കെ, പക്ഷെ താനല്ലെങ്കിലോ. അതുകൊണ്ട് കസേരയിൽ നിന്ന് അദ്ദേഹം കൈയെടുത്ത് വയറ്റിലേക്ക് വെച്ചില്ല. ഇത്രയേ ഉള്ളൂ നോക്കാൻ, പക്ഷെ എടുത്ത് വെച്ചില്ല. ആൾക്ക് പേടി കാരണം. താനല്ലെങ്കിൽ പിന്നെ ആകെ നിരാശ വരുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം വയറ് തപ്പി നോക്കാൻ നിന്നില്ല. അദ്ദേഹം ഇങ്ങനെ കർത്താവേ ഞാൻ തന്നെ ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ആള് തപ്പി നോക്കണേ, ഒറ്റ മുഴയും കാണാനില്ല. 9 മുഴകളും അപ്രത്യക്ഷമായി. 9 മുഴകൾ അപ്രത്യക്ഷമായി പോയി. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ പറയുന്ന എല്ലാ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതാണോ അല്ല എന്ന് നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ എൽറൂഹ ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലൊന്ന് തുറന്നു നോക്കിയാൽ മതി. ഈ പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളും അതിൽ കിടപ്പുണ്ട്. ഇതുവരെ പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളും അതിൽ കിടപ്പുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പോൾ നമ്മൾ സൗഖ്യത്തിന് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്, സൗഖ്യം സ്വീകരിച്ചവരുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമായി നമ്മൾ കാണുന്നത് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നു. ഇനി മൂന്നാമതായി നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു വലിയ സവിശേഷത, സൗഖ്യം സ്വീകരിച്ച, അത് അവരുടെ ഒരു ഗുണമായിട്ടല്ല പറയണേ, മറിച്ച് പാപമോചനം സൗഖ്യത്തിന് കാരണമാകുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പാപമോചനം ചിലരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പ് പറയുന്നുണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്നിട്ടാണ് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ, ഉദാഹരണം പറഞ്ഞാൽ തളർവാദ രോഗി, കൈ ശോഷിച്ച മനുഷ്യൻ, അതുപോലെ തന്നെ പിശാച് ബാധിതരായിട്ടുള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള പല മനുഷ്യരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നൊരു യാഥാർത്ഥ്യം, മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം, അവരുടെ രോഗവും പാപവും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാകാം ആദ്യം പാപമോചനം കൊടുത്ത് പിന്നെ രോഗസൗഖ്യം കൊടുക്കുന്നത്. എല്ലാ രോഗങ്ങളുടെയും കാരണം പാപമാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷേ പാപം രോഗത്തിന് കാരണമാകാം. ചില രോഗങ്ങളെങ്കിലും പാപത്തിന്റെ ഫലമായി വരും. അതുകൊണ്ടാണ് കുമ്പസാരത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട്. ഏറ്റവും വലിയ സൗഖ്യ ശുശ്രൂഷ കുമ്പസാരമാണെന്ന് ഓർക്കുക. കുമ്പസാരിച്ചതിന് ശേഷം ചൊവ്വാഴ്ച ദിവസത്തെ താമസമുള്ള ധ്യാനത്തിലെ കുമ്പസാരം കഴിഞ്ഞ് അന്ന് തന്നെ സൗഖ്യം കിട്ടിയ ഒത്തിരി സാക്ഷ്യങ്ങൾ നിങ്ങൾ എൽറുഹായുടെ യൂട്യൂബ് ചാനൽ ഒന്ന് തുറന്നു നോക്കിയാൽ കാണാം. അന്ന് തന്നെ സൗഖ്യം കിട്ടി ഒത്തിരി പേരുടെ. ഒരു മകള്, ബ്രിജീത്ത എന്ന് പേരുള്ള ഒരു മകള് പറഞ്ഞ സാക്ഷി ഇതായിരുന്നു. പള്ളിപ്പുറത്തു നിന്നാണ് വരുന്നത്. വർഷങ്ങളായിട്ട് എന്ത് കഴിച്ചാലും വയർ അപ്സെറ്റ് ആവും. എന്ത് കഴിച്ചാലും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള 8ാം ക്ലാസ് മുതലുള്ള രോഗമാണ്. ഇപ്പോൾ ചേച്ചിനെ കണ്ടിട്ട് ഒരു 50-60 വയസ്സ് ഏകദേശം പ്രായമുണ്ടെന്ന് തോന്നുന്നു. 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ രോഗമാണ്. എന്ത് കഴിച്ചാലും വയർ അപ്സെറ്റ് ആവുന്ന ഒരവസ്ഥ. ആ വ്യക്തിക്ക് അന്ന് ആരാധനയ്ക്ക് ഇങ്ങനെ സന്ദേശം വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അന്ന് മുതൽ പിന്നെ യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്ന് ഈ ചേച്ചി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ്. ഇത് 1 2 3 4 അല്ല. കുമ്പസാരത്തിന് ശേഷം അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം സ്വീകരിച്ച ഒത്തിരി മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് ഈ അൾത്താരിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അനുഭവമുള്ളതാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെയുള്ളൊരു കുമ്പസാരം നമുക്കൊന്ന് ശീലമാക്കാം. അത് ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് പാപത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും ഒരു തരത്തിലും പാപം എനിക്ക് രോഗസൗഖ്യത്തിന് തടസ്സമായി നിലകൊള്ളരുന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകട്ടെ. അപ്പോൾ ഈ കൺവെൻഷന് നമ്മൾ 4 ദിവസം കുമ്പസാരം വെച്ചിട്ടുണ്ട്. 9:30 തൊട്ട് 12 മണി വരെയുള്ള സമയം കുമ്പസാരമുണ്ട്. കുമ്പസാരിക്കണം മറക്കാതെ. ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മനസ്സ് തുറന്ന്, ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന്, ഒരു ചെറിയ പാപക്കറ പോലും ഇല്ലാതെ, സൗഖ്യത്തിന് തടസ്സമായി ഒരു ചെറിയ പാപക്കറ പോലും എന്നിലുണ്ടാകരുത്. നിർബന്ധ ബുദ്ധി നമ്മൾ തന്നെ കാണിക്കുക. കൂടെയുള്ളൊരു കുമ്പസാരം ഒന്ന് ശീലമാക്കുക. ഈ ബോധ്യം നല്ല ആഴത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് എൽറുഹ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. 2 തവണ കുമ്പസാരമുണ്ട്. സാധാരണ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യം. പക്ഷേ ഇവിടെ 2 തവണ കുമ്പസാരമുണ്ട്. അത് അച്ഛന് അത്രയും ബോധ്യം കിട്ടിയിട്ടുള്ള, റാഫേൽ അച്ഛന് അത്രയും ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ 2 തവണ. ചൊവ്വാഴ്ച ദിവസം കുമ്പസാരമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോഴായിരിക്കും ചില പാപങ്ങൾ മറന്നുപോയതും വിട്ടുപോയതും പലതും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ വ്യാഴാഴ്ച ഒന്നും കൂടെ വീണ്ടും ഒരു കുമ്പസാരമുണ്ട്. 2 തവണ കുമ്പസാരമുണ്ട്. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സൗഖ്യങ്ങളുടെയും പുറകിൽ ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ സൗഖ്യം സ്വീകരിക്കാൻ, കൃപ സ്വീകരിക്കാനുള്ള വലിയൊരു തടസ്സം, വലിയൊരു ബ്ലോക്ക് അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് കുമ്പസാരത്തിന് നമുക്ക് അത്രയും പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചുമ്മാ പോയി കുമ്പസാരിക്കില്ല. ശരിക്കും ആത്മാവിനെ പരിശോധിച്ച് കണ്ടെത്തി നമ്മുടെ ആവശ്യമാണ്. എൻ്റെ രോഗത്തിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ച് രോഗം മാറ്റൽ എൻ്റെ ആവശ്യമായിരിക്കണ പോലെ എൻ്റെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ, തിന്മയുണ്ടെങ്കിൽ, കുറവോ പോരായ്മയുണ്ടെങ്കിൽ അത് കണ്ടെത്തി, അത് മനസ്സിലാക്കി, അത് കുമ്പസാരത്തിൽ അത് ആത്മപരിശോധന ചെയ്ത് കണ്ടെത്തി അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആത്മാവിനെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുക എന്നുള്ളത് വേറെ ആരുടെയും ആവശ്യമല്ല. അത് എൻ്റെ ആവശ്യമാണ്.
അപ്പം ഞാൻ തന്നെ അതിനു വേണ്ടി പാപ മേഖലകളെ കണ്ടെത്തണം, ആത്മപരിശോധന ചെയ്യണം. അതിന് സഹായിക്കുന്ന കുമ്പസാര സഹായി പോലെയുള്ള ലീഫ്ലെറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചു നോക്കണം, കണ്ടെത്തണം, ഏറ്റുപറയണം, ആ തടസ്സം അങ്ങോട്ട് മാറ്റണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൗഖ്യത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. സമ്പൂർണ്ണ ആശ്രയത്വമുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട്. താണ് കേണ അപേക്ഷിച്ചവർ, പാദങ്ങളിൽ വന്ന് കിടന്നവർ, അങ്ങനെയുള്ള സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുകൂടാതെ അഗാധമായ എളിമയുള്ള വ്യക്തികൾക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ശതാധിപൻ. ആ മനുഷ്യൻ എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നറിയാവും. ഒന്നാമതൊരു റോമൻ പൗരനായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള ഒരു സംഭവമാണ്. അതിൽ തന്നെ ഒരു പട്ടാളക്കാരൻ, റോമൻ സോൾജിയർ ആകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സമൂഹത്തിൽ അത്രയും നിലയും വിലയുള്ള ഒരു ജോലിയാണ്. ആ പട്ടാളക്കാരിൽ തന്നെ ശതാധിപനാകാന്ന് പറഞ്ഞാൽ അതിലേറെ സമൂഹത്തിൽ അത്രയും നിലവാരമുള്ളൊരു ജോലിയാണ്. അങ്ങനെ അത്ര ഉന്നതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ അടിമകളായിരിക്കുന്ന, അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലാണ് യഹൂദരായിരിക്കുന്നത്. ആ യഹൂദ മത സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് യേശു ക്രിസ്തു. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് വന്ന് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അത്രയും എളിമ ആർക്കുണ്ടായിരുന്നു? ഈ ശതാധിപൻ ഉണ്ടായിരുന്നു. അത്രയും എളിമയോടുകൂടെ വന്ന് ഈ ശതാധിപൻ കർത്താവിൻ്റെ അടുത്ത്, അതുപോലെ ഈ ശതാധിപൻ്റെ എളിമയും അതുപോലെ തന്നെ വിശ്വാസവും കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ഒരിടത്തും വേറെ അങ്ങനെ സ്ഥലങ്ങളിൽ വായിക്കുന്നില്ല. യേശു ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം കണ്ട് ദൈവം ആശ്ചര്യപ്പെട്ടു പോകുന്നു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഈശോ അസ്വസ്ഥനാകുന്നതും യേശു ഭാരപ്പെടുന്നതും യേശു വിഷമിക്കുന്നതും യേശു ശകാരിക്കുന്നതും വിശ്വാസക്കുറവ്, വിശ്വാസമില്ലായ്മ, അല്പവിശ്വാസം തുടങ്ങിയ വിഷയങ്ങളിലാണ്. എന്നാൽ ഒരിടത്ത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു മനുഷ്യന് കർത്താവിലുള്ള വിശ്വാസം കണ്ട് കർത്താവ് ആശ്ചര്യപ്പെടുന്നു. നമ്മളെ ബൈബിളിൽ അങ്ങനെ വായിക്കുന്നത്. അതായത് അവൻ ഇത് കേട്ട്, യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, ഇസ്രായേൽ ഒരുവനിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ശതാധിപന്റെ വിശ്വാസവും എളിമയും അദ്ദേഹത്തിന്റെ വൃത്തിന് സൗഖ്യം കൊടുക്കാൻ കാരണമായിട്ട് തീരുന്നു. അതുകൊണ്ട് എളിമയോടുകൂടെ കർത്താവിൻ്റെ അടുത്ത് വരാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി സ്പർശനം സ്വീകരിച്ചവരെ, യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. യേശു തൊട്ടവർ മാത്രമല്ല, യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊട്ട് സൗഖ്യം സ്വീകരിച്ച ഒരാളാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ട് സൗഖ്യം സ്വീകരിച്ച ഒരാളാണ്. ഗനേസറത്തെ രോഗികളെ കുറിച്ച് മത്തായി 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരും യേശുവിനെ തൊട്ട് സൗഖ്യം സ്വീകരിച്ചവരാണ്. യേശു തൊട്ടവർ മാത്രമല്ല, യേശുവിനെ തൊട്ടവർ. അത് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് സൗഖ്യം സംഭവിക്കുന്നവരാണ്. ഇനി ശല്യം ചെയ്ത് പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. അതിലൊരാളാണ് കാനാങ്കാരി സ്ത്രീ. ശല്യം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്, പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്, സൗഖ്യം സ്വീകരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. അത് ബൈബിളിൽ അവിടെ കൊടുത്ത തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് സൗഖ്യം കിട്ടുന്നത്. അതായത് യഹൂദരുടെ സിനഗോഗുകൾ പ്രാർത്ഥനാലയങ്ങളാണ്. സിനഗോഗുകളൊക്കെ പ്രാർത്ഥനാലയങ്ങളാണ്. ഇപ്പോൾ സിനഗോഗിൽ പലപ്പോഴും ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നതും അവിടെ വെച്ച് കൊടുക്കുന്ന സൗഖ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കൈ ശോഷിച്ചൊരു മനുഷ്യനെ സിനഗോഗിൽ വെച്ച് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്ക് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി ആരും ആവശ്യപ്പെടാതിരിക്കുമ്പോഴും കർത്താവ് അങ്ങോട്ട് പോയി സൗഖ്യം കൊടുക്കുന്നുണ്ട്. രോഗി ആവശ്യപ്പെട്ടിട്ടില്ല, കൂടെയുള്ളവർ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. രോഗിക്ക് വിശ്വാസമുണ്ടോ വിശ്വാസം, ഇതൊന്നും വിഷയമല്ല. കർത്താവ് ഒന്നും നോക്കുന്നില്ല, അവിടെ പോയി കർത്താവ് ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. അതാണ് ബെത്സയിദ കുളക്കരയിലെ രോഗി, തളർവാദ രോഗി, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. കർത്താവ് അവിടെ പോയി സൗഖ്യം കൊടുത്തു. അയാൾ ഇങ്ങോട്ട് വരുന്നതോ അയാൾ ആരെങ്കിലും കൊണ്ടുവന്നതോ ആവശ്യപ്പെട്ടതോ ഒന്നുമല്ല, കർത്താവ് അവിടെ പോയി സൗഖ്യം കൊടുത്തു. അത് കർത്താവിൻ്റെ ഒരു ദയ നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനി അസാമാന്യ ധൈര്യമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അതാണ് കുഷ്ഠരോഗികൾ. ഈ കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യത്തിന് യാചിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമോ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരിക്കലും കുഷ്ഠരോഗിക്ക് സമൂഹത്തിൻ്റെ പൊതുജനമധ്യേ വരിക സാധ്യമല്ല. യേശുവിനെ പോലെ ഒരു പബ്ലിക് ഫിഗറിൻ്റെ മുൻപിലേക്ക് ജനക്കൂട്ടം ജനം ഇതുപോലെ തിക്കി ആർക്കുന്നൊരു അത് അങ്ങനെ നിൽക്കുന്നൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. കാരണം ആ വരുമ്പോഴേക്കും ആൾക്കാർ കല്ലെറിയും, അവർ ഓടിക്കും. എന്നാൽ അനേകം കുഷ്ഠരോഗികൾ കർത്താവിന് സൗഖ്യം സ്വീകരിച്ചിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ അടുത്ത് വരാനുള്ള ജനത്തിൻ്റെ എതിർപ്പ് മറികടന്ന് കർത്താവിൻ്റെ അടുത്ത് വരാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ സൗഖ്യം സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി ചിലപ്പോഴൊക്കെ അതിവിചിത്രമായ രീതിയിൽ സൗഖ്യം കൊടുക്കുന്ന ചില സൗഖ്യ സംഭവങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാവില്ല, എന്ത് ഇങ്ങനെയൊക്കെ സൗഖ്യം കൊടുക്കും, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ഒരു അന്ധനായ മനുഷ്യൻ, ജന്മന അന്ധനാണ്. ആ മനുഷ്യൻ, അയാൾ സൗഖ്യം ചോദിച്ചിട്ട് പോലുമില്ല. അയാളുടെ അടുത്തേക്ക് കർത്താവ് ചെന്നു. എന്നിട്ട് ചെയ്ത കലാപരിപാടികൾ ഇതാണ്: ആദ്യം നിലത്ത് തുപ്പി, കൊള്ളാം. അത് കഴിഞ്ഞാൽ തുപ്പിലുകൊണ്ട് ചെളി ഉണ്ടാക്കി, അതും കൊള്ളാം. എന്നിട്ട് വാരി എടുത്ത് ആ മനുഷ്യൻ്റെ കണ്ണിൽ പുരട്ടി, എന്നിട്ട് സീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. ഇതെന്തിന് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നത്?
നമുക്ക് അത്ഭുതം തോന്നാം. നമുക്ക് അറിഞ്ഞൂടെ അതിവിചിത്രമായ രീതിയിലാണ് കർത്താവ്. ഒന്നാമത് തുപ്പല്. നമ്മൾ രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ തുപ്പലെങ്ങാനും നമ്മുടെ ദേഹത്ത് അറിയാണ്ട് തീർച്ചയായും തന്നെ നമുക്ക് അസ്വസ്ഥതയാണ്, അറപ്പും വെറുപ്പുമാണ്. രണ്ടാമത് ചെളി. അറിയാതെ അങ്ങനെ ഇച്ചിരി ചെളി ദേഹത്ത് ആയാൽ പോലും നമുക്ക് അസ്വസ്ഥതയാണ്, നമ്മൾ എത്രയും വേഗം അത് കഴുകി കളയാനായിട്ട് ശ്രമിക്കും. ഇത് തുപ്പലും ചെളിയും രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് അത് കണ്ണിൽ പുരട്ടാം. ഇയാളാണെങ്കിൽ സൗഖ്യം ചോദിച്ചിട്ട് പോലും ഇല്ല. ഇനി അതും പോട്ടെ, കഴുകാൻ പറഞ്ഞത് എവിടെ പോയിട്ടാ? കയ്യിൽ കുപ്പിയിൽ വെള്ളമുണ്ട്, കുടിക്കാനുള്ള വെള്ളം കയ്യിൽ കുപ്പിയിൽ വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കഴുകാനല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? അങ്ങ് സീലോഹായിൽ പോയി കഴുകാൻ. ഈ പാവം അന്തൻ എന്തോരം കഷ്ടപ്പെട്ട് അവിടെ പോയി കാണും കഴുകാനായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട അതിവിചിത്രമായ രീതിയിലാണ് കർത്താവ് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ സൗഖ്യം കൊടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാരണം അറിഞ്ഞൂടാ. പക്ഷെ പ്രിയപ്പെട്ടവർ, ചിലപ്പോഴെങ്കിലും ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ചിലപ്പോൾ ചില സന്ദേശങ്ങൾ ഇപ്പോൾ സെക്കൻഡ് സ്റ്റഡ് അഴിച്ചു മാറ്റുക എന്ന് ചില വ്യക്തികളോട് അച്ഛൻ സന്ദേശമായിട്ട് പറയാറുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ പ്രശ്നം ചെവിക്ക് പഴുപ്പാണെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് അഴിച്ചു മാറ്റാൻ പറയണതിൽ ലോജിക്കുണ്ട്. പക്ഷേ ചിലപ്പോൾ നടുവേദനയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമായിരിക്കും. പക്ഷെ അത് മാറാൻ ഇത് അഴിച്ചു മാറ്റാൻ പറയും. പ്രത്യേകിച്ചൊരു ബന്ധമോ കണക്ഷനോ ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ മൂക്കുത്തി അഴിച്ചു മാറ്റും. മൂക്കിൽ പഴുപ്പുള്ള ആളോടല്ല പറയണേ, മൂക്കുത്തി അഴിച്ചു മാറ്റ്, എന്നാൽ നിന്റെ ഈ പ്രശ്നം മാറും. ഇതനുസരിക്കുന്നവർക്ക് അത്ഭുതകരമായ രീതിയിൽ ആ തടസ്സം മാറുകയും അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അറിഞ്ഞൂടെ കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ വിചിത്രമായ രീതിയിൽ ചിലപ്പോഴൊക്കെ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ഭുതകരമായ വിധത്തിൽ പല രൂപത്തിൽ സൗഖ്യം നൽകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു, നമ്മൾ പരിചയപ്പെടുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നമുക്ക് ഈ അൾത്താരയിൽ തന്നെ ഈ 4 വർഷത്തിനുള്ളിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ വെറുതെ ഒന്ന് പരിശോധിക്കണം, നല്ലതാ. വെറുതെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ വിശ്വാസം ജ്വലിക്കാൻ, നമ്മളിലും ഇതുപോലെ അത്ഭുതകരമായ രീതിയിൽ സംഭവിക്കുന്നതൊക്കെ ഒരു ബോധ്യം കിട്ടാൻ സാധിക്കും. സമയം തീരുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ ഒരുപാട് ഒരുങ്ങി വന്നതാ ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ പറയാം. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ അവസാനിപ്പിക്കുക. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അസ്ഥിരോഗി, നമുക്ക് ഒത്തിരി പേർക്ക് അസ്ഥിരോഗങ്ങൾ ഉണ്ടാവും. ഒരു സഹോദരി പറഞ്ഞൊരു സാക്ഷി, ബിനിന്നോ മറ്റോ ആണ്, ജീന എന്ന് പേരുള്ളൊരു മകള് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്ന ആണ്. ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒരു സന്ദേശം ഒരു ബ്രദർ ഇങ്ങനെ വിളിച്ചു പറയാണ്, കാലിന് നീളക്കുറവുള്ളൊരു മകളുടെ കാല് കർത്താവ് വലിച്ചു നീട്ടുന്നു. ഏതാനും ഇഞ്ചുകളുടെ കുറവുണ്ട്. പക്ഷെ ആ സഹോദരിക്ക് താനാണ് ഈ രോഗി, അല്ലെങ്കിൽ തനിക്കാണ് സൗഖ്യം കിട്ടിയെന്ന് മനസ്സിലായില്ല. കൗൺസിലിംഗിൽ ചെന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ കാലിന് നീളക്കുറവുണ്ട്, അതുകൊണ്ട് എനിക്ക് 2 കാലും ഇങ്ങനെ നിവർന്നിങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഒരു കാല് മടക്കി നിൽക്കണം, അല്ലെങ്കിൽ ഒരു കാലിൻ്റെ മേലൊരു കാല് കയറ്റി വെച്ച് ഇങ്ങനെ പാദത്തിൻ്റെ മേലൊരു പാദം വെച്ച് അങ്ങനെ നിൽക്കണം. നിവർന്ന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. നിവർന്ന് നിന്നാൽ ഒരു കാലും മടങ്ങിയ പോലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ അപ്പം പോലും എന്നെ തമാശയായിട്ട് ഇങ്ങനെ കളിയാക്കാറുണ്ട്, കൊക്ക് 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 എന്ന് വിളിച്ച് എന്നെ കളിയാക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, മാറിയോ എന്ന് ചോദിക്കുമ്പോഴാണ് ആൾ ചിന്തിക്കണേ. കാരണം ആളുടെ പ്രോബ്ലം മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കാലിന് അല്പം നീളക്കുറവുണ്ടായിരുന്നു, അത് കർത്താവ് കൃത്യം ഇപ്പോൾ ആൾക്ക് ഒറ്റക്കാലിൽ നിൽക്കാനാണ് ബുദ്ധിമുട്ട്, 2 കാലിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കർത്താവ് വലിച്ചു നീട്ടി ശരിയാക്കി. ഇങ്ങനെ അസ്ഥിരോഗികൾ 20, 30, 40 വർഷമായിട്ട് മുട്ടുകുത്താൻ പറ്റാത്തവർ, കര ഉയർത്താൻ പറ്റാത്തവർ, നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവർ, ഓപ്പറേഷൻ ആവശ്യപ്പെട്ടവർ, എത്രായിരം രോഗികളെ കർത്താവ് ഓരോ ദിവസവും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അത്ഭുതകരമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സൗഖ്യം നൽകുന്ന കർത്താവിൽ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം, നിലവിളിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വേഗം എഴുന്നേൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സുഖപ്പെടുത്തുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈശോ പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സൗഖ്യം നൽകുന്ന കർത്താവിൽ കണ്ണും പൂട്ടി വിശ്വസിച്ച് അന്ധയാചകർ നിലവിളിച്ചതുപോലെ, കുഷ്ഠരോഗികൾ നിലവിളിച്ചതുപോലെ, കാനാങ്കാരി കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ ചെന്നതുപോലെ നമുക്കും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ച് നിലവിളിച്ച് അപേക്ഷിക്കാം. ശതാധിപനെ പോലെ നമുക്ക് എളിമയുള്ള ഹൃദയത്തോടെ വിശ്വാസത്തോടെ അപേക്ഷിക്കാം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, നീ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ മാത്രം യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ നീ ഒരു വാക്കരുളി ചെയ്താൽ എനിക്ക് സൗഖ്യം കിട്ടും, എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം കിട്ടും. വിശ്വാസപൂർവ്വം 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിനെ മറന്ന് സ്തുതിച്ചേ, സ്വരമയർത്തി സ്തുതിച്ചേ, ഉച്ചസ്വരത്തിൽ സ്തുതിച്ചേ, എല്ലാം മറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഉച്ചത്തിൽ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. പതരം തുറന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ഹൃദയം തുറന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. വിശ്വാസത്തോടെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. അന്ധയാചകർ നിലവിളിച്ചതുപോലെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് എളിമയോടെ വിനയത്തോടെ ഉച്ചത്തിൽ വിളിച്ച്
അന്ധയാചകരെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ചേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, ഹൃദയം തുടങ്ങി പ്രാർത്ഥിച്ചേ, അധരം തുറന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് സൗഖ്യം എടുക്കട്ടെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് സൗഖ്യം എടുക്കട്ടെ, അൽത്താരിൽ നിന്ന് സൗഖ്യം എടുക്കട്ടെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് യേശുവേ. കൈകളടിച്ച് ശക്തിയായി കൈകളടിച്ച്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എല്ലാവരും എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാ. കരമുയർത്തി ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. ചേർന്ന് പാടാം എല്ലാവരും. ഒരു വാക്കുമതി ശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ, എനിക്കതു മതിയേ. എല്ലാവരും ഒരു വാക്കുമതി എനിക്കതു മതിയേ. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചേ, യേശുവേന്ന് വിളിച്ചേ, അധരം തുറന്ന് വിളിച്ചേ, ഉച്ചസ്വരത്തിൽ വിളിച്ചേ, ഹൃദയം തുറങ്ങി വിളിച്ചേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തിയ അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി, അവനിൽ ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. ഈ വചനത്തിന് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഞങ്ങൾ ശ്രവിച്ച വചനത്തിന് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ശരീരത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ, മനസ്സിൽ സൗഖ്യം സംഭവിക്കട്ടെ, ആന്തരിക മുറിവുകൾ ഉണങ്ങട്ടെ, ആത്മാവിൽ സൗഖ്യം സംഭവിക്കട്ടെ, അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കട്ടെ. കരമുയർത്തി സ്വരമുയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ. കൈകളടിച്ച് അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. ചേർന്ന് പാടാം എല്ലാവരും. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, ശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും, വിശ്വസിക്കുന്ന കർത്താവേ, ഒരു വാക്കു നീ പറഞ്ഞാൽ അരുൾ ചെയ്യണമേ. ദിനവുകളും മാറും യേശുവേ, ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ദിനവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറക്കണമണിയടിച്ച് ഒരു വാക്കുമതി. ചേർന്ന് പാടാം, എനിക്കത് മതിയേ, ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. എല്ലാവരും ഉച്ചസ്വരത്തിൽ ഒരു വാക്കുമതി, ശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ, ശുദ്ധിയോടെ പ്രാർത്ഥിച്ചേ, ആവർത്തിച്ച് ആവർത്തിച്ച് പാടാം എല്ലാവരും. ഒരു വാക്കുമതി, ചേർന്ന് പാടാം എനിക്കത് മതിയേ. എല്ലാവരും ഒരു വാക്കുമതി, എനിക്കത് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, നിലവിളിയോടെ പ്രാർത്ഥിച്ചേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത്. രണ്ടു കരങ്ങൾ ഉയർത്തി വിളിച്ചേ, യേശുവേ. അധരം തുറന്ന് വിളിക്കുക, ഉച്ചസ്വരത്തിൽ വിളിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിശുദ്ധീകരണം സംഭവിക്കട്ടെ, വിടുതൽ, വിമോചന, സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. കർത്താവേ, ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തണമേ, ട്യൂമർ രോഗികളെ സുഖപ്പെടുത്തണമേ, കരൾ രോഗികളെ സുഖപ്പെടുത്തണമേ, ഹൃദ്രോഗികളെ സുഖപ്പെടുത്തണമേ, ആമാശയത്തിൽ രോഗമുള്ളവരെ സുഖപ്പെടുത്തണമേ, ഉദര സംബന്ധമായ രോഗമുള്ളവരെ സുഖപ്പെടുത്തണമേ, സ്ത്രീ സഹജ രോഗപീഠകൾ സുഖപ്പെടുത്തണമേ, അസ്ഥി രോഗികളെ സുഖപ്പെടുത്തണമേ, അലർജി രോഗികളെ സുഖപ്പെടുത്തണമേ, സൈറ്റിസുള്ളവരെ സുഖപ്പെടുത്തണമേ, പനി തലവേദനയുള്ളവരെ സുഖപ്പെടുത്തണമേ, ഷുഗർ കൊളസ്ട്രോൾ രോഗികളെ സുഖപ്പെടുത്തണമേ, BP ഉള്ളവരെ സുഖപ്പെടുത്തണമേ, എല്ലാത്തരം രോഗപീഠകൾക്ക് സൗഖ്യം നൽകണമേ, വിടുതൽ, വിമോചന, സ്വാതന്ത്ര്യം നൽകണമേ. കരമുയർത്തി സ്വരമുയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ.
കൈകളടിച്ച് ശക്തിയായി കൈകളടിച്ച് സർവശക്തിയോടെ കൈകളടിച്ച് ശക്തിയായി കൈകളടിച്ച് സർവശക്തിയോടെ കൈകളടിച്ച് വിശ്വാസത്തോടെ 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 പാടി പ്രാർത്ഥിക്കാം.